ബീഹാർ ഇലക്ഷനാണ് ഇന്നത്തെ രാജ്യമാസകലവും അന്തർദേശീയ തലത്തിലൊക്കെയുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് ഏറെക്കുറെ പ്രവചിച്ചത് തന്നെയാണ്. കാരണം അവിടെ NDA മുന്നണി എന്ന് പറഞ്ഞാൽ ലാലു പ്രസാദ് യാദവിൻ്റെ പഴയ തട്ടകമാണ്, സമ്പൂർണ്ണമായി അവരുടെ ആധിപത്യം ഉണ്ടായിരുന്ന സ്ഥലമാണ്. നിതീഷ് കുമാർ ആണ് അതിൻ്റെ നേതാവ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ സോഷ്യലിസ്റ്റ് ഫ്യൂഡൽ സ്വാധീനവും പ്ലസ് BJPയുടെ വോട്ടും, അത് രണ്ടും ചേരുമ്പോൾ തീർച്ചയായിട്ടും നല്ല മെജോറിറ്റി പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഒരു സംഭവിച്ചത് അപ്പുറത്ത് മറുവശത്തുള്ളത് നമ്മൾ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നവർ പരസ്പരം മത്സരിച്ച് തോൽപ്പിച്ചു കുറേ. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവർക്കൊരു മുന്നണി എന്ന നിലയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല ഒരു ഭാഗത്ത്. രണ്ട്, അവിടുത്തെ ന്യൂനപക്ഷ മേഖലയിലെ വോട്ട് എന്ന് പറയുന്ന ഈ ഒവൈസിയെ പോലുള്ള ചില ഘടകങ്ങൾ ആ വോട്ട് ഭിന്നിപ്പിച്ചു കൊടുത്തു സമർത്ഥമായിട്ട്. അങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളാൽ അവർ അധികാരത്തിൽ വന്നു മാത്രമല്ല, പക്ഷേ സർവകാല റെക്കോർഡിന് 203 സീറ്റ് അല്ലേ, 203 സീറ്റ് വലിയ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വന്നു. അതിനകത്ത് ഇപ്പോഴത്തെ ഒരു ചിത്രം NDA മുന്നണിക്കകത്ത് ഒരു അജണ്ട ഉണ്ട്. BJP വോട്ട് ഷെയർ വളരെ കൂടി, BJP സീറ്റുകൾ കൂടി. പക്ഷേ BJPക്ക് ഇതുവരെ ഒരു CM ഫേസ് രംഗത്തിറക്കാനേ സാധിച്ചിട്ടില്ല. നമ്മൾ ബീഹാർ എന്ന് ഓർക്കുമ്പോൾ ഒരു BJP നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് കാണാൻ പറ്റുന്നില്ലല്ലോ. അത് കൊണ്ടുവരാൻ ഇത്തവണ അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നു തോന്നുന്നു. നിതീഷിൻ്റെ സീറ്റുകൾ കുറയുകയും BJPയുടെ സീറ്റുകൾ കൂടുകയൊക്കെ ചെയ്യില്ല. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ BJPയുടെ സീറ്റ് 15 സീറ്റ് കൂടി, അപ്പോൾ ഇദ്ദേഹത്തിന് 40 ഇരട്ടി കൂടി. അപ്പോൾ അദ്ദേഹം വീണ്ടും അജയ്യനായി. അപ്പോൾ നിതീഷിൻ്റെ തന്നെ 74-ാം വയസ്സിൽ അദ്ദേഹം ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാവുന്നു. 10ാം തവണ മുഖ്യമന്ത്രിയാകുന്ന ഒരു പക്ഷേ ഒരു റെക്കോർഡായിരിക്കാം അല്ലേ, സർവ്വകാല റെക്കോർഡായി. പല ഇന്ത്യയിൽ ആരും അങ്ങനെ സംഭവിച്ച 10ാമത്തെ തവണ മുഖ്യമന്ത്രിയാവുന്നു. ഇതാണ് ചിത്രം. മറുവശത്തുള്ള ഒരു പ്രധാനപ്പെട്ട ആൻസൈറ്റി, ഇന്ത്യയുടെ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ഉത്കണ്ഠ, കോൺഗ്രസ് ഇല്ലാതാവുന്നു. ബീഹാറിലൊട്ടും തോറ്റടിഞ്ഞു എന്ന് പറയാം. തേജസ്വിയുടെ വോട്ടുകൾ ഗണ്യമായിട്ട്, തേജസ്വിയുടെ സീറ്റുകൾ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ RJDയും അത് ഗണ്യമായിട്ട് അനുഭവിക്കുന്നു. പക്ഷേ കോൺഗ്രസ് RJD പോലെ അല്ലല്ലോ. RJD ഒരു പക്ഷേ ഒരു ബീഹാറിലോ കുറച്ച് സീറ്റുകൾ ഹരിയാനയിലൊക്കെ ഉള്ള ഒരു 1-2 സംസ്ഥാനങ്ങളിലെ ഒരു പ്രതിഭാസമാണ്. കോൺഗ്രസ് അതല്ലല്ലോ. ആൾ ഇന്ത്യ തലത്തിലുള്ള ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടി, മിക്കവാറും ഇന്ത്യയിലെ എല്ലാ വാർഡുകളിലും 4 പേരെങ്കിലും വിളിച്ചാൽ കിട്ടുന്നൊരു പാർട്ടി, ആൾ ഇന്ത്യ തലത്തിലുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഒരു പക്ഷേ ഒരു ലീഡർ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കാലങ്ങളിൽ 2024 തെരഞ്ഞെടുപ്പിൽ വന്ന ചെറിയ കോൺഫിഡൻസ് കിട്ടിയപ്പോൾ വലിയ തോതിൽ ആവുന്നത്ര വർക്ക് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. എന്നിട്ടും എന്താണ് കോൺഗ്രസിന് സംഭവിക്കുന്നത്? അതാണ് ഇനി എന്താണ് കോൺഗ്രസിന് സംഭവിക്കാൻ പോകുന്നത്? ഇന്നത്തെ എല്ലാവരുടെയും ചോദ്യം അതാണ് കേട്ടോ. BJP ആയാലും കോൺഗ്രസിൻ്റെ എതിരാളികളായാലും അനുകൂലികളായാലും ജനാധിപത്യവാദികൾക്കും പൊതുവെ ഉള്ളൊരു ചോദ്യം, ഇത് ഇന്ത്യ മുഴുവൻ അടക്കി ഭരിച്ചൊരു പാർട്ടിയാണല്ലോ, ഇന്ത്യ ഉണ്ടാക്കിയ പാർട്ടിയുമാണ് തീർച്ചയായിട്ടും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലോ. ആ പാർട്ടി വല്ലാത്തൊരു പതനത്തിലേക്ക് പോകുന്നുവോ എന്നെങ്ങനെയാണ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ അങ്ങ് ഈ ഒരു പ്രതിഭാസത്തെ കാണുന്നത്, കോൺഗ്രസിൻ്റെ ഒരു അപ്രതീക്ഷിതമായ തകർച്ച? ഇപ്പം നേരത്തെ മാഷ് ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, കോൺഗ്രസ് ഇല്ലാതാകുന്നു എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇല്ലാതാകുകയല്ല ചെയ്യുന്നത്, ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എനിക്ക് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട സാധനം. കാരണം കോൺഗ്രസിൻ്റെ താല്പര്യം എന്താണ്, പാർട്ടിയുടെ താല്പര്യം എന്താണ് വളരെ വ്യക്തമാണ്. ആ താല്പര്യത്തെയാണ് ശശി തരൂർ ഉന്നയിക്കുന്നത്. ഉദാഹരണത്തിന് വളരെ ലളിതമായിട്ട് ചിന്തിച്ചു നോക്കുക. ഇപ്പോൾ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പ് ഒരുപാട് അനുകൂലമായ ഘടകങ്ങൾ ഇന്ത്യ മുന്നണിക്കുണ്ടായിരുന്നു. ആ സമയത്ത് ശശി തരൂരായിരുന്നു ഖാർഗെയുടെ സ്ഥാനത്തെങ്കിൽ ഈ ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള മത്സരങ്ങൾ മോദി വേഴ്സസ് തരൂർ ആയി മാറുമായിരുന്നു. മാത്രമല്ല, ഇന്നത്തെ ചിത്രം, ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ പാർലമെൻറ്റിൽ കാണുന്ന അംഗസംഖ്യയുടെ വിന്യാസമായിരിക്കത്തില്ല ശരിക്കും ഉണ്ടാകുമായിരുന്നത്. അപ്പോൾ അവിടെ മനസ്സിലാക്കണം, ശശി തരൂർ മത്സരിച്ചത് ഔദ്യോഗിക സ്ഥാനാർത്ഥിക്കെതിരെയാണ്. ഔദ്യോഗിക പക്ഷം പരമാവധി ഇന്ത്യ മുഴുവൻ ഓടി നടന്ന് പരിശ്രമിച്ചു ശശി തരൂരിനെ പരമാവധി തോൽപ്പിക്കാനും പരമാവധി വോട്ട് കുറയ്ക്കാനും. പക്ഷേ അദ്ദേഹം ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് 1000 ശിഷ്ട വോട്ട് വാങ്ങി. തീർച്ചയായിട്ടും. അദ്ദേഹം മിസോറാമിൽ പോയപ്പോൾ പോലും യാതൊരു വിധമായ ഗ്രൗണ്ട് സപ്പോർട്ടും ഇല്ലാതെ ഒറ്റയ്ക്കാണ് പുള്ളി യാത്ര ചെയ്തത്. ഒരിടത്ത് പോലും ഒരു പാർട്ടി സംഘടനാ ശേഷി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷെ തരൂർ പോയ സ്ഥലത്തെല്ലാം അദ്ദേഹത്തിനെ കാണാൻ ആൾക്കാർ അങ്ങോട്ട് ചെല്ലുകയായിരുന്നു. മിസോറാമിൽ പോയപ്പോൾ പോലും അദ്ദേഹത്തിനെ കാണാനായിട്ട് ചെറുപ്പക്കാരോട് ചെന്നു. അപ്പോൾ ഇത്രയും വലിയൊരു നേതാവ് ഉണ്ടായിട്ട്, മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രമറിയാം,
രാഷ്ട്രീയം അറിയാം, ഗാന്ധിജിയെ അറിയാം. ഓ തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഗാന്ധിജിയെ അറിയാവുന്ന ഒരൊറ്റ ഒരാൾ പോലും എടുത്തു പറയാനില്ല. കാര്യം ഇപ്പം അത് തന്നെ മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട് ഗാന്ധിജിയെ BJP കൊണ്ടുപോയി? അതെ, കോൺഗ്രസിൻ്റെ കയ്യിൽ ഇപ്പോൾ ഗാന്ധിജി ഇല്ല, BJPയുടെ കയ്യിലാണ്. പട്ടേൽ BJPയുടെ കയ്യിലാണ്, BJPയുടെ കയ്യിലാണ്, അംബേദ്കർ BJPയുടെ കയ്യിലാണ്. ഇപ്പം പക്ഷേ ഇതൊക്കെ അറിഞ്ഞ ആളാണ് കേട്ടോ തരൂര്. ഞാൻ അംബേദ്കറുടെ ഏറ്റവും നല്ല ജീവചരിത്രം വായിച്ചത്. അതെ അതെ. അല്ല, തരൂരിൻ്റെ ഗുണമെന്ന് വെച്ചാൽ തരൂരിന് ഹിസ്റ്ററി അറിയാം. അതെ, ഹിസ്റ്ററി അറിയാം, ലോകപരിചയമുണ്ട്. പിന്നെ അദ്ദേഹം ഒരു വലിയ സാഹിത്യകാരനാണ്, റൈറ്ററാണ്, തിങ്കറാണ്. മാത്രമല്ല വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം 5 വയസ്സുള്ള കുട്ടി മുതൽ 90 വയസ്സുള്ള വ്യക്തിയോട് ഒരേപോലെ ഡീൽ ചെയ്യും. അതെ, അന്താരാഷ്ട്ര നേതാവാണെങ്കിലും സാധാരണക്കാരൻ കൈനോട്ടക്കാരനാണെങ്കിലും പുള്ളി ഒരേപോലെയാണ് മനുഷ്യനെ കാണുന്നത്. ജഡ്ജ് ചെയ്യുന്നില്ല പുള്ളി. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള മനുഷ്യരാണ്. ലോകം മുഴുവൻ നടന്നിട്ട് ഇന്ത്യനെസിനെ കുറിച്ച് സംസാരിക്കും. തീർച്ചയായിട്ടും. മാത്രമല്ല ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ശശി തരൂരിന്റെ പെർഫോമൻസിന്. അല്ലേ? അത്രയുമുള്ള ഒരു കാലിബറുള്ള ഒരു നേതാവിനെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ട എങ്കിൽ പിന്നെ പാർട്ടി എങ്ങനെ രക്ഷപ്പെടുന്നത്? അതായത് നമ്മുടെ കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുടെ ചില ഗിമ്മിക്കുകളുണ്ടായിരുന്നു. അതായത് പാവപ്പെട്ട വീട്ടിൽ പോയിട്ട് ആരെങ്കിലും അരച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അരകലിൽ നിന്ന് ചമ്മന്തി എടുത്ത് തൊട്ട് നോക്കിയിട്ട് ഇത് ഗംഭീരമായിരിക്കുന്നു, പിറ്റേ ദിവസത്തെ പത്രങ്ങളിൽ 1-ാം പേജിൽ വാർത്ത വരുന്നു. ഇങ്ങനെ ഉണ്ടാക്കിയൊരു ഇമേജിലൂടെയാണ് ഈ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ പല ഈ ആദർശധീരന്മാരായ നേതാക്കന്മാരുണ്ടായിട്ടുള്ളത്. പൈങ്കിളി നേതൃത്വം. ഇതേ എവരുടെ അഡ്വൈസാണ് രാഹുൽ ഗാന്ധി കൊടുക്കുന്നത്. രാഹുൽ ഗാന്ധി അതുപോലെ ഈ പറഞ്ഞ പോലെ ചിലയിടത്ത് പോയി കുളത്തി ചാടുന്നു. ഇങ്ങനെയൊക്കെ അതൊന്നും അല്ല വേണ്ടത്. ഒന്നാമത്തെ ആലോചിച്ച്, ഇന്ത്യയെ പോലൊരു വൈവിധ്യമാർന്ന ഒരു രാജ്യം, ഒന്നാമതിന് 14.3 കോടി ജനങ്ങളുള്ളൊരു സ്ഥലമാണ് ബീഹാർ. ബീഹാറിൽ നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു തമിഴ് മാത്രം അറിയാവുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് കുറഞ്ഞത് മലയാളമെങ്കിലും തമിഴ് പോലാക്കി സംസാരിക്കണ്ടേ? മറിച്ച് അയാളുടെ തമിഴ് മാത്രം, ഹിന്ദിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തൊരു ഒരു തമിഴിൻ്റെ അടുത്ത് പോയിട്ട് ഹിന്ദി സംസാരിക്കാൻ അങ്ങനെ ചെയ്യും. അതുപോലെയാണ് ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനമാണ് ബീഹാർ. ആ ബീഹാറിൽ പോയിട്ട് ഭരണഘടന എടുത്ത് ഉയർത്തി കാണിക്കുന്നു, വോട്ട് ചോരി വിഷയം ഉന്നയിക്കുന്നു. ഇതിൽ പരം ഒരു വിഡ്ഢിത്തം ഒരാൾക്കുണ്ടോ? ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ? അല്ലേ? ഉദാഹരണം ഞാൻ ഒരു ഒറ്റ കാര്യം മാഷിൻ്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. മാഷ് വിശന്ന് വലഞ്ഞ് വല്ലാണ്ട് നിൽക്കുന്നത്. നിങ്ങളുടെ മുമ്പിലുള്ള ചോദ്യം എന്താണ്? ഭക്ഷണമാണ്. അവിടെ ഭരണഘടന എന്ന് പറയുന്നത് ഭക്ഷണമാണ്. ആർക്ക് വേണം? അല്ലേ? അതെ, തീർച്ചയായും. അവിടെ ഭരണഘടന ഭക്ഷണമായിട്ട് വരണം, ദൈവം ഭക്ഷണമായിട്ട് വരണം. ഇത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പോയിട്ട് ഇദ്ദേഹം ഇതെടുത്തുകൊണ്ട് പറയുന്നു. ആരെങ്കിലും പിടിച്ചില്ല. മാത്രമല്ല ഒരു എന്താണ് തങ്ങളുടെ അവസ്ഥ എന്നുള്ളത്, റിയാലിറ്റീസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ലീഡറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി. ഇന്ന് പഴയ പ്രതാപത്തിനകത്ത് കഴിഞ്ഞ കാലത്ത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവ് കോൺഗ്രസിനുണ്ടാവണം. ഉണ്ടായിട്ട് ഓരോ സ്ഥലത്ത്, ഉദാഹരണത്തിന് ബീഹാർ, പ്രാദേശിക പാർട്ടികൾക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പ്രാദേശിക പാർട്ടികളുടെ കൂടെ നിന്നിട്ട് വേണം, മറിച്ച് അവരെ കൂടെ നിർത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഈ രാഹുൽ ഗാന്ധി എന്ന ലീഡർ ഒരു പരാജയമാണെന്നാണോ? രാഹുൽ ഗാന്ധി എന്ന ലീഡർക്ക് ഇപ്പം ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു നേതൃസ്ഥാനത്തേക്ക് എത്തപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹത്തിന് നേതൃപാഠമൊന്നുമില്ല. അദ്ദേഹം ചില സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലൂടെ എത്തിപ്പെട്ട നേതാവാണ്. പക്ഷേ അങ്ങനെ എത്തിപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു സാമാന്യ ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം. സാമാന്യ ബോധം എന്ന് പറയുന്നത് പോലെ ഒരു എത്തിപ്പെട്ടത് അപാരമായ ഒരു ലെഗസിയിലൂടെയാണ്, ചെറുതായി കാണുന്നില്ല. അതെ, അത് എത്തിപ്പെട്ടതാണ്. പക്ഷേ അവിടെ അദ്ദേഹം ചെയ്യേണ്ടത്, അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ചിന്തിക്കാനോ തീരുമാനം എടുക്കാനുള്ള ശേഷി ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിനും അറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ഞാൻ നേരത്തെ ധരിച്ചു വെച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കാലിബറും ഇദ്ദേഹത്തിൻ്റെ ഒരു എനർജിയും ഒക്കെ ഉണ്ടല്ലോ, അത് കോൺഗ്രസ് പാർട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടുന്നില്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അങ്ങനെയല്ല. അല്ലല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇത് തനിക്കൊരു നല്ല ആശയങ്ങൾ തനിക്ക് സ്വന്തമായിട്ട് സൃഷ്ടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അറിയാവുന്നവരുടെ സ്വീകരിക്കുക. അതാണ് ഒരു മിനിമം സാമാന്യമായ ലീഡർക്ക് നല്ല ഗുണമാണ്, ഏറ്റവും വലിയ ഗുണമാണ് വേണ്ടത്, അല്ലേ? അപ്പോൾ അത് രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ഉദാഹരണത്തിന് ചുറ്റും നിൽക്കുന്ന വൃന്ദങ്ങളുടെ, അതായത് തന്നെ ആശ്രയിച്ച് നിൽക്കുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു. ഏതെങ്കിലും സ്വന്തമായിട്ട് നിലയ്ക്ക് കഴിവുള്ള വ്യക്തികളാണെങ്കിൽ ഒരു വ്യക്തിയുടെ ആശ്രിതരായി മാറുന്നില്ല.
അപ്പോൾ തനിക്ക് ഇത്രയും കഴിവുകൾ ഉണ്ടായിട്ട് ഇത്രേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടും തന്നെ ആശ്രയിക്കുന്ന നേതാക്കളെ ആശ്രയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഡ്ഢിത്തരമില്ലേ? അതാണ് ശരിക്കും രാഹുൽ ഗാന്ധി. ഞാൻ പക്ഷേ ഒരു പോസിറ്റീവായി കാണുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് വലിച്ചെറിയാനൊരു മടിയില്ല. ആരെങ്കിലും 4 പേര് AICCയിൽ വിമർശനം ഉന്നയിച്ചാൽ ചിലപ്പോൾ അത് ഉപേക്ഷിച്ച് പോയേക്കും. അത് ലീഡറുടെ ക്വാളിറ്റി അല്ല. അല്ല. ഒരു ലീഡറുടെ ക്വാളിറ്റി ഏറ്റവും പ്രതിസന്ധി ചെയ്യുന്ന സമയത്ത് അതിനെ ഏറ്റെടുക്കുക എന്നുള്ളത്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ഏത് വെല്ലുവിളി ഏറ്റെടുക്കുക എന്നുള്ളതാണ്, ഇട്ടിട്ട് പോകുക എന്നുള്ളതല്ല. ഈ സമയത്ത് അദ്ദേഹത്തിന് മുമ്പിൽ സാറ് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്താ? നിർത്തിയിട്ട് പോകണോ, അതോ അത് ചലഞ്ച് ഇതിനെ മറികടക്കാനുള്ള എന്തെങ്കിലും വഴികൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ടോ? ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ശശി തരൂരിന് കോൺഗ്രസിൽ നിന്ന് അദ്ദേഹത്തിന് BJP നോട്ടം തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി ഇല്ലേ? ഏതാണ്ട് ഇപ്പോൾ സമയമായി തോന്നുന്നുണ്ടോ? സമയമായെങ്കിലും തരൂർ പോകുന്നില്ല. തരൂർ ഇപ്പോൾ ഉദാഹരണത്തിന് തരൂർ ഇപ്പോഴും കോൺഗ്രസ് നേതാവായിട്ടാണ് അദ്ദേഹം കാര്യങ്ങൾ, കോൺഗ്രസ് മെച്ചപ്പെടണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെൻറ്റോടുകൂടി ബീഹാർ ഇലക്ഷന് ശേഷം ഈ നെഹ്റു കുടുംബത്തിനെതിരെ അതിൻ്റെ നേതൃദാരിദ്ര്യത്തെക്കുറിച്ചും ദൗർലഭ്യത്തെക്കുറിച്ചും പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അതിനുശേഷം MM ഹസൻ ഉൾപ്പെടെയുള്ള സകലമാന താഴെ തടയുള്ള നേതാക്കൾ പോലും ഇപ്പോൾ ശശി തരൂരിനെതിരായി പ്രതികരിച്ചു തുടങ്ങി. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു പഴയ അവർക്ക് ലോകത്തെ പരിചയം, മാറുന്ന കാലത്തെ പരിചയമില്ല തരൂരിനെ. പക്ഷേ ഇവർ സംസ്കരിച്ച് വീണ്ടും കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന തരൂർ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് MP ആണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ മണ്ഡലം കമ്മിറ്റിയുടെ കാര്യങ്ങളിലും ഒന്ന് കോൺഗ്രസിൻ്റെ കാര്യങ്ങളിലും ദൈനംദിനം നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമല്ല. ഉദാഹരണത്തിന് ഒരു ആശുപത്രിയിൽ ഒരു ന്യൂറോ സർജൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം കാഷ്വാലിറ്റി വന്നിരുന്ന ആൾക്കാരുടെ മുറിവും കൂടെ കെട്ടണമെന്ന് നടക്കുന്നു, അത് ശരിയല്ല എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഒരു വലിയ റോള് കോൺഗ്രസിനുണ്ട്. ഇദ്ദേഹത്തിന് ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ബന്ധങ്ങളും. അപ്പോൾ ഇന്ന് വേറൊന്നും വേണ്ട, ശശി തരൂരിനെ പിടിച്ചിട്ട് ഖാർഗയെ തൽക്കാലം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയാൽ മതി. രാഹുൽ ഗാന്ധിക്ക് യാതൊരു ഭീഷണിയും വരില്ല. കോൺഗ്രസ്, കാരണം കോൺഗ്രസിൻ്റെ വേരുകളില്ലാത്ത സ്ഥലം മാഷ് പറഞ്ഞതുപോലെ ഇന്ത്യയിൽ എങ്ങുമില്ല. അത് നശിക്കാൻ പാടില്ലാത്തൊരു പാർട്ടിയും കൂടെയാണ്. അത് സംഭവിച്ചില്ലെങ്കിൽ ഇപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നിർദ്ദേശമാണ്, കോൺഗ്രസ് ആണ് അത് പരിഗണിക്കേണ്ടത്. ഈ ശശി തരൂരിനെ കോൺഗ്രസ് ലീഡർഷിപ്പ്, പാർട്ടി ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അത് സംഭവിച്ചില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ആണ് മാറുന്നതെങ്കിലോ? രാഹുൽ ഗാന്ധി മാറിയാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ആരെങ്കിലും ഇനി വരാനുള്ള സാറിൻ്റെ ഒരു, ഇനിയിപ്പം പ്രിയങ്കയാണ് അടുത്ത ഓപ്ഷനുള്ളത്. പ്രിയങ്ക വന്നിട്ടും വലിയ കാര്യമില്ല. കാര്യം പ്രിയങ്കയെ നമ്മൾ കണ്ടു, അദ്ദേഹത്തെ ഈ ഇന്ദിരാഗാന്ധിയുടെ എന്താ പറയുക മുഖസാദൃശ്യമുണ്ട്, മുടി അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇന്ദിരയെ അറിയാവുന്ന എത്ര പുതിയ ജനറേഷനിൽ ആരുമില്ല. പറഞ്ഞു കൊടുക്കണം, ആദ്യം ഇന്ദിരയെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കണം. യെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇപ്പോഴും ഓപ്ഷനുണ്ട്. കാരണം കോൺഗ്രസിന്റെ വേരുകൾ വളരെ ശക്തമാണ്. ആ വേരുകൾക്ക് ഒരുപാട് എന്താ പറയുക ഭയങ്കര ആഴത്തിലുള്ള വേരുകളുമാണ്. അപ്പോൾ ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധി തരൂരിനെ വിളിക്കൂ, കോൺഗ്രസിനെ രക്ഷിക്കൂ. വളരെ സിമ്പിളാണ്. കോൺഗ്രസിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഏക വഴി തരൂരിനെ വിളിക്കുക, വർക്കിംഗ് പ്രസിഡന്റ് ആക്കുക. കോൺഗ്രസ്സുകാർ കേൾക്കട്ടെ, തീർച്ചയായിട്ടും അവർ പരിഗണിക്കട്ടെ. അവരാണല്ലോ, അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടേണ്ടതും അവരാണ്, രക്ഷപ്പെടുത്തേണ്ടതും അവരാണ്. സാർ പറഞ്ഞ പോലെ തകർന്നതല്ല. ഓക്കെ സർ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.